ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മൈനോഫ്. മക്കളെ, നമ്മുടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, അതായത് നമ്മുടെ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം. സംഭവത്രേ ഉള്ളൂ, അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് എക്സ് ഈസ് 16. അതായത് മലയാളം മീഡിയത്തിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്, എക്സ് എന്ന ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 16 ആണ്. ഇതുപോലെ നിങ്ങൾക്ക് എക്സ് എന്നോ വൈ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് എന്തെങ്കിലും തരും, ചിലപ്പോൾ ഏതെങ്കിലും മൂലകത്തിന്റെ പേര് തരും. അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പിൾ ആണ് സാധാരണ തരാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു മൂലകം തന്നിട്ടുണ്ട്, ഒരു എലമെന്റ് തന്നിട്ടുണ്ട്, ആ എലമെന്റിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 16 ആണ്. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്? റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എക്സ്. ഈ എക്സ് എന്ന എലമെന്റിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ പറയുക, ഇലക്ട്രോൺ വിന്യാസം തയ്യാറാക്കാനാണ്. സോ അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിന്ന് അതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും സിമ്പിൾ ആണ് അല്ലേ. ഇനി മൂന്നാമത് ചോദിച്ചത് റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ എൻ എലമെന്റ് y വിത്ത് അറ്റോമിക് നമ്പർ 11 കമ്പൈൻസ് വിത്ത് x. അതായത് നമ്മുടെ ഈ x 16 അല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എലമെന്റിനോട് y 11 അല്ലേ, അതായത് y 11 എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു എലമെന്റ് കൂടി ചേരണം, മറ്റൊരു മൂലകം കൂടി ചേരുകയാണെങ്കിൽ ഒരു കോമ്പൗണ്ട്, ഒരു സംയുക്തം ഉണ്ടാവൂലേ, ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല, അതായത് തന്മാത്രാ സമവാക്യം എന്താണെന്ന് കണ്ടെത്താനാണ് മൂന്നാമതായിട്ട് മക്കളോട് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ മക്കളെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാ മക്കൾക്കും അറിയാം. അതായത് നമുക്കറിയാം, ഒരു ആറ്റത്തിനകത്ത് സബ്ഷെല്ലിനകത്തായിരിക്കും എന്ത് ചെയ്യുക, ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെടുന്നത് അല്ലേ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുന്നത് സബ്ഷെല്ലുകൾക്കകത്തായിരിക്കും. 4 സബ്ഷെല്ലുകളാണ് SDPF അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിൾ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ അത് എഴുതാൻ പോവാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോവാണ്. മക്കൾക്ക് പ്ലേ ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റത്തെ സബ്ഷെൽ എന്ന് പറഞ്ഞാൽ S അല്ലേ മക്കളെ. അപ്പോൾ 1s അല്ലേ, 1sൽ എത്ര എണ്ണം മാക്സിമം പോകും? 2 എണ്ണം. അപ്പോൾ 1s2 അല്ലേ. ഇതോടുകൂടി ആദ്യത്തെ സബ്ഷെല്ല് കഴിഞ്ഞില്ല മക്കളെ. ഇനി നമ്മൾ അടുത്ത സബ്ഷെല്ലിലേക്ക് കടക്കാണ്. അടുത്ത സബ്ഷെല്ലും ആദ്യം തന്നെ ഏതാണ്? SN അല്ലേ. അപ്പോൾ നമ്മൾ 2s, S-ന് 2 എണ്ണല്ലേ പോളും. അപ്പോൾ 2s2 അല്ലേ. അപ്പോൾ നമുക്ക് മൊത്തം 4 ഇലക്ട്രോൺ നമ്മൾ വിന്യസിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ടോട്ടൽ 16 എണ്ണം ഉണ്ട് അല്ലേ. ഇനി എത്ര ബാക്കിയുണ്ട്? 12 എണ്ണം ഉണ്ട്. അതിനൊക്കെ എവിടെയെങ്കിലും കുത്തിക്കയറ്റണ്ടേ. അപ്പോൾ നമുക്ക് അടുത്ത് S കഴിഞ്ഞാൽ പിന്നെ അടുത്ത് P അല്ലേ. അപ്പോൾ നമ്മൾ അടുത്തത് 2, രണ്ടാമത്തേല് P അല്ലേ. Pയിൽ മാക്സിമം 6 എണ്ണത്തിന് നമുക്ക് വിളിക്കുക. അപ്പോൾ 2p6. അപ്പോൾ 10 എണ്ണം ആയില്ലടാ. ഇനി വെറും 6 എണ്ണം കൂടിയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ S-ഉം P-യും കഴിഞ്ഞോടെ രണ്ടാമത്തെ ഷെല്ലും കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ ഷെല്ലിൽ ആകെ 2 സബ് ഷെല്ലുള്ളൂ, SP ആണ് അല്ലേ. ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് നമ്മൾ വരികയാണ്. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര സബ് ഷെല്ല് ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവണം അല്ലേ. പക്ഷേ 3 എണ്ണം നമുക്കവിടെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ആകെ എത്ര എണ്ണം കൂടി എത്ര ഇലക്ട്രോൺ കുത്തിക്കയറ്റാനേ ഉള്ളൂ? വെറും 6 എണ്ണം കൂടി ബാക്കിയുള്ളൂ. 10 എണ്ണം കഴിഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 3, മൂന്നാമത്തേല് ഫസ്റ്റ് SN അല്ലേ, S-ൽ 2 എണ്ണല്ലേ പോവുള്ളൂ. അപ്പോൾ 3s2. അപ്പോൾ 12 എണ്ണം ആയില്ലേ. ഇനി 4 എണ്ണം കൂടിയുള്ളൂ. അടുത്ത് 3s കഴിഞ്ഞാൽ പിന്നെ ഏതാടാ? P അല്ലേ. അപ്പോൾ 3p4. അപ്പോൾ മക്കളെ, നമുക്ക് ഒരു മാർക്ക് കിട്ടി. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി മക്കളെ, ഇൻ കേസ് ഇതിങ്ങനെ പോയിട്ട് ഇനി അവസാനം നമുക്ക് 4sലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് വിചാരിച്ചോ. 4sലേക്ക് വരുന്നത് ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങൾക്ക് 4sലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ 4sന്റെ തൊട്ട മുന്നായിട്ട് 3D, ഇതൊക്കെ മക്കൾക്ക് അറിയാൻ ചാൻസ് ഉണ്ട്, 3D ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ 4sൽ മാക്സിമം 2 അല്ലേ, 4s കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 3D ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ 3Dക്കാണ് 4sനേക്കാളും എനർജി കൂടുതലുള്ളത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ലാസ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് ഏറ്റവും എനർജി കൂടിയതാണ്. അതായത് ഏറ്റവും ലാസ്റ്റിൽ വരെ എനർജി കൂടിയതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇത് ചോദിക്കും. നിങ്ങൾക്ക് കുറേ ഇങ്ങനെ 2p എന്നും അതേപോലെ തന്നെ 3s എന്ന് അതേപോലെ 3D 4s ഇങ്ങനെയൊക്കെ കുറേ എണ്ണം തന്നിട്ട് നിങ്ങളോട് ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി ഏതില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക, 4s കണ്ടാൽ നിങ്ങൾ 4 വിചാരിച്ച് ചാടി കയറിങ്ങാണ്ട് അത് എഴുതരുത്. എപ്പോഴും മനസ്സിലാക്കുക, 3Dക്കാണ് എനർജി കൂടുതലുള്ളത് 4sനേക്കാളും. അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ മക്കൾക്ക് നാളെ ഒരു മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് ചോണ്ടി അവസരം വന്നപ്പോൾ ഒന്ന് ഗോൾ അടിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ആൻസർ, ഫസ്റ്റത്തെ ആൻസർ ഇതാണ്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ. അപ്പോൾ മക്കളൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. ഇനി മക്കളെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ് എന്നല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം പീരീഡിന്റെ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഏത് പീരീഡിലാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു എലമെന്റ് ഉള്ളതെന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എലമെന്റ് പേരൊക്കെ അസ്യൂം ചെയ്ത് പറഞ്ഞാണ്. എന്തായാലും ആ ഒരു മൂലകം ഏത് പീരീഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് സിമ്പിൾ ആണ് മക്കൾ, മനസ്സിലാക്കുക. ഇവിടെ കണ്ടോ, 1 2 2 3 3 ഇങ്ങനെ കണ്ടില്ലേ. അതായത് നമ്മുടെ സബ്ഷെൽ ആയിട്ടുള്ള S, അതേപോലെ തന്നെ PDF, ഇതൊക്കെ അല്ലേടാ സബ്ഷെല്ല്. ഈ സബ്ഷെല്ലുകൾക്ക് മുന്നിൽ നമ്മൾ ഇങ്ങനെ നമ്പറുകൾ കൊടുക്കൂലേ, ഇങ്ങനെയൊക്കെ നമ്പർ കൊടുക്കൂലേ, ആ നമ്പറുകളാണ് ശരിക്കും ഷെല്ലിന്റെ നമ്പർ. ഓക്കെ, ആ ഷെല്ലിന്റെ നമ്പർ തന്നെയാണ് പീരീഡിന്റെ നമ്പർ എന്ന് മക്കൾ മനസ്സിലാക്കിയ പ്രശ്നം കഴിഞ്ഞു. അപ്പം മക്കളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി, ഷെൽ നമ്പർ ഈസ് ഈക്വൽ ടു പീരീഡ് നമ്പർ. ഓക്കെ, ഇത് മക്കൾ ഓർത്ത് വെച്ചാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ S, P ഇങ്ങനെയൊക്കെയുള്ള സാധനം ഇതിൻ്റെ ലെഫ്റ്റിലുള്ള വലിയ നമ്പറുകളാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതിൽ ഏറ്റവും വലുത്, അതായത് ഇപ്പോൾ 1 2 3 4 വരെയൊക്കെ ഉണ്ടാവുമല്ലോ. മൊത്തം 7 പീരീഡ് ഉണ്ട്, പക്ഷെ മക്കൾക്ക് 4 വരെയേ മാക്സിമം വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നാൽ ഏറ്റവും
ഏറ്റവും വലിയ നമ്പർ ഏതാ നോക്കുക. ഇവിടെ തന്നെ നോക്കിയാൽ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, 3 ആണ്. അപ്പോൾ ഏറ്റവും വലുത് 3 അല്ലേ? അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട ഹബീബി, ഈ പീരീഡിന്റെ നമ്പർ 3 ആണ്. ഏറ്റവും വലിയ ഷെല്ലിന്റെ നമ്പർ 3 ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ട, അത് തന്നെയാണ് എന്ത് നമ്മുടെ പീരീഡിന്റെ നമ്പർ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആൻസർ എത്രയാ? 3 എന്ന് എഴുതിച്ചാൽ മതി. പീരീഡ് 3 എന്ന് എഴുതിച്ചാൽ അതിന്റെ മാർക്ക് കിട്ടി, അര മാർക്കാണ്. അതാ ഇവിടെ എഴുതുന്നുണ്ട് P = 3, അതായത് പീരീഡ് = 3, പീരീഡ് നമ്പർ 3 ആണ് കേട്ടോ. ഇനി നമുക്ക് ഇത് തന്നെ ഒരു ചോദ്യം അല്ലേ, ഗ്രൂപ്പ് കാണും അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് എത്രയാണെന്ന് നമുക്ക് അറിയണമല്ലോ. ഗ്രൂപ്പിന്റെ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇത് ഏത് ബ്ലോക്കിലാണെന്ന് കണ്ടുപിടിക്കണം. ബ്ലോക്ക് കണ്ടുപിടിച്ചാലേ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബ്ലോക്കിന്റെ നമ്പറും അതേപോലെ തന്നെ സബ്ഷെല്ലിന്റെ നമ്പറും തുല്യമായിരിക്കും. ഓക്കെ, അതായത് സബ്ഷെല്ലിന്റെ നമ്പറിനാണ് ബ്ലോക്കിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, നമ്പർ അല്ല പേരാണ് അല്ലേ? സബ്ഷെല്ലിന് നമുക്കറിയാം SPDF, ഇങ്ങനെയല്ലേ നമ്മൾ പേര് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്, 4 ബ്ലോക്കുകളാണ്. പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പോൾ 4 സബ്ഷെല്ലിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന 4 ബ്ലോക്കുകൾ എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് കണ്ടെത്താൻ പോവാണ്. നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന കോൺഫിഗറേഷനിൽ ഏത് ബ്ലോക്കിലാണ് നമ്മുടെ ഈ ഒരു മൂലകം ഉൾപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് മക്കളെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ കോൺഫിഗറേഷനിൽ ഏറ്റവും ലാസ്റ്റത്തെ സബ്ഷെല്ലിൽ ഏതാ നോക്കിയാൽ മതി. ലാസ്റ്റിൽ ഇവിടെ നോക്ക് 3P4, സിമ്പിളായി. അപ്പോൾ ഇതിലെ സബ്ഷെല്ലിൽ ഏതാ? P ആണ് അല്ലേ? P എന്ന സബ്ഷെല്ലിലെ ലാസ്റ്റ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലോക്ക് ഏതാണ്? P ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി, ബ്ലോക്ക് P ആണ്. പക്ഷേ നമുക്ക് ബ്ലോക്ക് അല്ലല്ലോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രൂപ്പ് അല്ലേ? അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? SPDF, ഈ 4 ബ്ലോക്കുകളിലും 4 രീതികളിലൂടെ, 4 വ്യത്യസ്ത രീതികളിലൂടെയാണ് മക്കളെ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാറുള്ളത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് F നിങ്ങൾക്ക് എന്തായാലും വരില്ല. നമുക്ക് SPD ഈ 3 മനസ്സിലാക്കിയാൽ മതി. ഇതിലിപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏത് ബ്ലോക്കാ? P ബ്ലോക്കിലാണ് നമ്മുടെ എലമെന്റ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. P ബ്ലോക്കിലല്ലേ? അപ്പോൾ അതുകൊണ്ട് P ബ്ലോക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ഉത്തരം ആദ്യം ഒന്ന് കണ്ടെത്താം. P ബ്ലോക്കിലുള്ള ഒരു മൂലകത്തിന്റെ ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തുന്ന പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ ലാസ്റ്റത്തെ നമ്പർ നോക്കിയാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 അല്ലേ? P ബ്ലോക്കിൽ 4 ഇലക്ട്രോണാണ് നമ്മൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനോട് 12 അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ 12 + 4 എത്രയാണ് മക്കളെ? 16. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എത്രയാണ്? 16. ഇതാണ് ആൻസർ. ഇനി ഇൻ കേസ് മക്കൾക്ക് ഇവിടെ P അല്ല, P ഗ്രൂപ്പിന് പകരം S ഗ്രൂപ്പാണ് ലാസ്റ്റ് വന്നതെന്ന് വിചാരിച്ചോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4S1 എന്നാണ് ലാസ്റ്റ് വന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ മക്കൾക്ക് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഇവിടെ S എന്ന് പറഞ്ഞൊരു സാധനം, S എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലോക്ക് ആണെങ്കിൽ അതെന്തായാലും 1, 2 ഈ 2 ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നിലേ വരുള്ളൂ. S1 ആണെങ്കിൽ ഉറപ്പിച്ചോ അത് 1 ഒന്നാമത്തെ ഗ്രൂപ്പിലാണ്, S2 ആണെങ്കിൽ 2ാമത്തെ ഗ്രൂപ്പിലാണ്. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇൻ കേസ് നമ്മുടെ ലാസ്റ്റ് എത്തത് D ആണെന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഇതങ്ങനെ D ആണെന്ന് നിങ്ങൾ വിചാരിക്കും. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, 3D4 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലോക്ക് നമുക്ക് D എന്നല്ലേ കിട്ടിയത്. D ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലെ ഇലക്ട്രോൺ കൂടി കൂട്ടുക. അപ്പോൾ 4 + 2 6 അല്ലേ? ഈ തൊട്ടടുത്തുള്ള 2 എണ്ണം തമ്മിലാണ് കൂട്ടുക ചെയ്യേണ്ടത്. D ബ്ലോക്കിലാണെങ്കിൽ അപ്പോൾ 4 + 2 എത്രയാണ്? 6 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 6ാമത്തെ ഗ്രൂപ്പിലായിരിക്കും ആ ഒരു എലമെന്റ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ P ആയതുകൊണ്ട് നമ്മളൊന്നുമില്ല, എന്ത് ചെയ്തു? ആ മേലുള്ള ഇലക്ട്രോണിനെ നേരെ 12 കൊണ്ട് കൂട്ടി. P ആണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. ഈ മക്കളെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും 2 മാർക്കിനൊക്കെ ആവും ചോദിക്കുക. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കട്ടോ. സിമ്പിൾ ടെക്നിക്കാണ്, ശ്രദ്ധിച്ചോ. നമ്മളോട് പറഞ്ഞ എന്താണ്? നമുക്കിപ്പോൾ തന്നിട്ടുള്ള ഈ ഒരു എലമെന്റിനെ ഇനി ഇതേപോലെ X11 എന്ന് പറഞ്ഞൊരു എലമെന്റ്. അപ്പോൾ ഞാനിവിടെ 2 എലമെന്റുകൾ ഇതാണ്, X16 പിന്നെ അടുത്തത് Y അല്ലേ? X അല്ല Y11 അല്ലേ? Y11 എന്ന് പറഞ്ഞുള്ള മറ്റൊരു എലമെന്റ്. ഈ 2 എലമെന്റും കൂടി ചേർത്തിട്ട് അതിന്റെ ഒരു മോളിക്കുലർ ഫോർമുല അല്ലെ ഒരു തന്മാത്ര വാക്യം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്തെന്ന് വിചാരിച്ചാൽ, ഈ നമുക്കറിയാം തന്മാത്രകൾ സ്റ്റേബിൾ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ആവുന്ന സമയത്ത് ഇത് സ്റ്റേബിൾ ആവാൻ വേണ്ടി സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഇലക്ട്രോണുകൾ അങ്ങോട്ട് കൊടുക്കും, ചിലപ്പോൾ ഇലക്ട്രോണുകളുടെ വാങ്ങും അല്ലേ? അപ്പോൾ അത് ആരാണ് കൊടുക്കുക, ആരാണ് വാങ്ങുക എന്നുള്ളത് നമുക്കറിയണ്ടേ വേണം അല്ലേ? സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ടെക്നിക്ക് ഉണ്ട്. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരു പരിപാടി ഇല്ലടാ, അതായത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചത് സബ്ഷെല്ലിന് പകരം ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിലെ രീതി എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ. 2, 8, 8 ഇങ്ങനെ പറഞ്ഞിട്ട് ഇലക്ട്രോണുകളെ വിന്യസിക്കുന്ന രീതിയല്ലേ? ആ രീതിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സോ X16 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എലമെന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇട്ട് കൊടുക്കുന്നു, പിന്നെ 8 ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് എത്ര ബാക്കിയുള്ളത്? 8ഉം 2ഉം 10 ആയില്ലേ? ഇനി 6 ബാക്കിയുള്ളൂ. അടുത്തതിൽ 8 വരെ ഇടാം, പക്ഷെ നമുക്ക് 6 ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടി അല്ലേ? ഇനി നമ്മൾ ഇതേമാതിരി Y11 ചെയ്യുന്നു. ആദ്യം നമ്മൾ 2 ഷെല്ല്, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഇട്ട് കൊടുക്കുന്നു, പിന്നെ 8 ഇടുന്നു. ഇനി നമുക്ക് എത്ര ബാക്കിയുള്ളൂ? 1 ബാക്കിയുള്ളൂ അല്ലേ?
സോ ഇനി നമ്മൾ ഇതിനെ ആരാണ് കൊടുക്കുക ആരാണ് എടുക്കുക എന്നുള്ളതിൽ നമ്മൾ അറിയേണ്ടത് സിമ്പിൾ ആണ്. നമുക്കറിയാം ഒരു ആറ്റം സ്റ്റേബിൾ ആവാൻ, അതായത് സ്ഥിരത കൈവരിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ നമുക്കറിയാം 8 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം വേണം അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 എന്ന നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റത്തിന് സ്ഥിരത കൈവരിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്കറിയാം 8 ആവാൻ വേണ്ടിയിട്ട് ഉമ്മാർ എന്ത് കളിയും കളിക്കും. വേണമെങ്കിൽ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ പിടിച്ച് ഇങ്ങോട്ട് വാങ്ങും അല്ലേ. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള X16 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂലകം എങ്ങനെ സ്ഥിരത കൈവരിക്കാൻ അവർക്ക് എളുപ്പം? 6 എണ്ണത്തിന് കൊടുക്കുന്നതാണോ എളുപ്പം, 2 എണ്ണത്തിന് വാങ്ങുന്നതാണോ എളുപ്പം? 2 എണ്ണത്തിന് വാങ്ങുന്നല്ലേ എളുപ്പം അല്ലേ. നമുക്ക് അങ്ങോട്ട് 6 എണ്ണത്തിന് അങ്ങോട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ 2 എണ്ണത്തിന് അങ്ങോട്ട് പിടിച്ചെടുത്താൽ പോരെ. അപ്പോൾ അവർ ശ്രമിക്കുക എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും 2 ഇലക്ട്രോണെ വാങ്ങാനാണ് അല്ലേ. വാങ്ങുന്ന ആൾക്കാർ എപ്പോഴും കടക്കാരാണ് അല്ലേ. അപ്പോൾ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു മൈനസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇവർ 2 എണ്ണം വാങ്ങുന്നുണ്ട്, ഇവന്മാർ മൈനസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ -2 അല്ലേ, -2 വാങ്ങിയാൽ മാത്രമേ ഇവർക്ക് സ്റ്റേബിൾ ആവാൻ കഴിയുള്ളൂ. എന്നാൽ ഇവന്മാർക്ക് എന്താണ്, കയ്യിലുള്ള ഇനി വെറുതെ ആർക്കും കൊടുക്കണം, ദാനം കൊടുക്കണം. അപ്പം ഭയങ്കര പോസിറ്റീവ് ആണ് അല്ലേ, പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എത്ര കൊടുത്താലേ ഇവർക്ക് സ്റ്റേബിൾ, ഈ ഒരുത്തനെ കണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഓ സ്റ്റേബിൾ ആയില്ലേ. അപ്പോൾ +1 ആണ് അല്ലേ, ഇപ്പം +1 ആണ്, മറ്റോ -2 +2 എത്തില്ല അല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ ഇതാണ് പരിപാടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണ് കൊടുക്കുന്നവന് ആരാണ് വാങ്ങുന്നവന്. ഇപ്പം മനസ്സിലായില്ലേ, Y കൊടുക്കുന്നവനാണ്, X വാങ്ങുന്നവനാണ് അല്ലേ. ഇതാണ് നമുക്ക് മനസ്സിലായത്. ഇനി ഇതൊന്ന് വേണം നമ്മുടെ സൂത്രവാക്യം ഉണ്ടാക്കാൻ അല്ലേ. അപ്പോൾ മക്കളെ അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, നോക്കിക്കോളി. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ. ഇതിൽ ആദ്യം പ്ലസിന്റെ ചാർജ് ആർക്കാ കിട്ടിയിരിക്കുന്നത്, വൈക്കല്ലേ. ആ പ്ലസ് ഇവിടെ കണ്ടില്ലേ, +1 അല്ലേ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ എഴുതാം, ആർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ Y എന്ന് നമ്മൾ അങ്ങോട്ട് എഴുതി വെണ്ടക്കാശരത്തിൽ എഴുതുന്നു അല്ലേ. ഇനി നമ്മൾ നോക്കുക മൈനസ് ചാർജ്, അതായത് നെഗറ്റീവ് ചാർജ് കിട്ടിയിരിക്കുന്ന ആർക്കാണ്, X-നാണ്. അപ്പോൾ X എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ ശ്രദ്ധിച്ചോളി, Y-ന്റെ ചാർജ് X-നും കൊടുക്കുക, X-ന്റെ ചാർജ് Y-ക്കും കൊടുക്കുക. Y-ന്റെ ചാർജ് എത്രയാണ് നമുക്കറിയാം, +1 അല്ലേ. +1 ആണ്, നമുക്ക് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും വേണമെങ്കിൽ അവിടെ കിടന്നോട്ടെ, Y-ന്റെ ചാർജ് X-ന് ഒരു 1 കിടന്നോട്ടെ, +1 എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എഴുതണേ. ഇനി X-ന്റെ ചാർജ് Y-ക്ക് അല്ലേ കൊടുക്കണ്ടേ, X-ന്റെ ചാർജ് -2 ആണ്, പക്ഷേ -1 നമുക്ക് ഇടേണ്ട ആവശ്യമില്ല, ചാർജ് 2 ഇത്ര ചെയ്യാൽ മതി. അപ്പോൾ ഇതാണ് മക്കൾ നമ്മുടെ ആൻസർ. അപ്പോൾ മൂന്നാമത്തെ ആൻസർ Y2 പിന്നെ X1 ഇത്ര എഴുതി കഴിഞ്ഞാൽ മക്കളെ മാർക്ക് പട്ടേന്ന് വരും. പിന്നെ 1 ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബയോളജി വരെ നമുക്ക് പൊളിക്കാനുള്ളതാണ്. ടൈം ഉണ്ടെങ്കിൽ 1-2 വീഡിയോകൾ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.